Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechatronics. Today's topics are latching, timers, counters and internal relays. Before starting the presentation, we are going to discuss what is Boolean algebra. We have already gone through ladder diagram and ladder programming. For doing ladder diagram or ladder programming, we are also using Boolean algebra to represent that in a mathematical way. Every binary gates or logic gates can be expressed in Boolean algebra, and some of the examples are given below. The AND operation is given by the equation A dot B is equal to Q, where if A is 0, the Q will be 0. B is 0, then also Q will be 0. The Q output will be occurred only when A equal to 1 and B equal to 1. 1 into 1 is equal to 1. That's the only case where we will get output. That's an example of AND gate representation. Next is OR gate representation. We know that either A or B exists, the output also exists. We know the truth table and we have discussed it in the previous class. A plus B is equal to Q. This is the representation of OR gate. If A is equal to 0 and B is equal to 0, Q will be 0. If A is equal to 1, B is equal to 0, Q will be 1. If A is equal to 0, B is equal to 1, Q will be 1. And A, B both are 1, then final equation also will be 1. This should be in our mind. And NOT gate is given as A bar is equal to Q. If A is 1, Q is 0. If A is 0, Q is 1. That is NOT gate. So now we are going to illustrate some problems. The top one is the example. The equation given as A plus B dot C is equal to Q, where B dot C is the AND gate and into mark giving more importance. So A dot B dot C can be expressed, and this is the B dot C. This is the AND gate B C, and that is gated with A in a OR gate manner because there is a plus sign. So A or BC is equal to output Q. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ പ്ലസ് ബി ഡോട്ട് സി ആണ്. ബി ഡോട്ട് സി എന്നുള്ളത് ആൻഡ് ഗേറ്റും എ പ്ലസ് ബി ഡോട്ട് സി എന്ന് പറയുന്ന ഈ പ്ലസ് സൈൻ ഓർ ഗേറ്റിൻ്റെ സൈനുമാണ്. അതുകൊണ്ട് ആദ്യം ബി ഡോട്ട് സി എന്നുള്ളത് എക്സ്പ്രസ് ചെയ്താൽ അത് രണ്ടും ഒരു ക്യുമുലേറ്റീവ് ആയിട്ടാണ് വരിക, ആൻഡ് ഗേറ്റ് ആയിട്ടാണ് വരിക. ഇതൊരു ആൻഡ് ഗേറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇത് തമ്മിൽ ഒരു ഓർ ഗേറ്റും ഉണ്ടാവുക. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആയിരിക്കും ക്യൂ. ഇനി ഇതിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ബിയും സിയും കൂടി ചേർന്ന് ഒരു ആൻഡ് ഗേറ്റ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ടും എ ഇൻപുട്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് ഒരു ഓർ ഗേറ്റ് ഫോം ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ക്യൂ. ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡയഗ്രാംസ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ദ എക്സോർ ഗേറ്റ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ എക്സോർ ഗേറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. എക്സോർ ഗേറ്റ് എയും ബിയും വരുന്ന എക്സോർ ഗേറ്റിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാമാണിത്. എയും ബിയും വരുന്നുണ്ട്. ഒരു കേസിൽ എ ഇൻവേഴ്സും മറ്റേതിൻ്റെ അകത്ത് എ പോസിറ്റീവ് എടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ബി പോസിറ്റീവും ബി ഇൻവേഴ്സും എടുക്കുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഓറിൽ കൊടുത്താൽ നമുക്കതിന് കിട്ടുന്ന ഔട്ട്പുട്ടായിരിക്കും ക്യൂ. എന്നാൽ ഇതിനെ നമുക്കിപ്പം റെപ്രസെൻ്റ് ചെയ്യണം. ആദ്യം ഈ താഴെയുള്ളത് നോക്കിയാൽ എ ആണ് കിട്ടുന്നത്. എ ഡോട്ട് ബി ബാർ. ശ്രദ്ധിക്കുക, ഈ താഴെയുള്ളതിൻ്റെ അകത്ത് ഇത് എ എന്ന് പറയുന്ന സിമ്പിളാണ്. ആൻഡിലേക്ക് വരുന്നത് രണ്ടാമത്തേത് ബി ബാറാണ്, കാരണം ഇതൊരു നോട്ട് ഗേറ്റാണ്. ഇത് ബി ബാർ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട് ഗേറ്റും ഇത് എ ബാർ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട് ഗേറ്റുമാണ്. അത് ആൻഡിലെത്തുന്ന സമയത്ത് ഈ താഴത്തെ ആൻഡ് ആണെങ്കിൽ എ ബി ബാർ വരും, മുകളിലാണെങ്കിൽ എ ബാർ ബി വരും. നോക്കുക, ഇതാണോ എ ബാർ, രണ്ടാമത്തെ ലൈൻ ബി ആണ്. രണ്ടും കൂടി ചേർത്തിട്ട് എ ബാർ ബി ബാർ എന്ന് കിട്ടും. സോറി, എ ബാർ ബി. ഇവിടെ താഴെയാണെങ്കിൽ എ ബി ബാർ. അതിന് രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഓർ ഗേറ്റ്. അഥവാ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: എ ഡോട്ട് ബി ബാർ, അതായത് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്, പ്ലസ് എ ബാർ ബി
പറയുന്നത് ഇതിൻ്റെയാണ്. രണ്ടിൻ്റെയും നടുക്ക് ഒരു പ്ലസ് ഇട്ടിരിക്കുന്നത് ഓറിൻ്റെയും. ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള പ്രോബ്ലംസ് ഇനിയും തരും. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. എങ്ങനെയാണ് ഫങ്ഷണൽ ഡയഗ്രാംസ് അതേപോലെ തന്നെ ലാഡർ ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഭാവിയിൽ ജോലി ചെയ്യുമ്പോഴും ഇത് വളരെ ഗുണം ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, ഡ്രോ എ ലാഡർ ഡയഗ്രാം ആൻഡ് ഫങ്ഷണൽ ബ്ലോക്ക് ഫോർ ദ ബൂളിയൻ ഇക്വേഷൻ ഗിവൺ ആസ് ബ്രാക്കറ്റിൽ എ ഡോട്ട് ബി പ്ലസ് സി ഡോട്ട് ഡി ബാർ ഡോട്ട് ഇ ഡോട്ട് എഫ് ബാർ ഈക്വൽ ടു ക്യൂ. ഇത് ഞാൻ സോൾവ് ചെയ്തതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. ആദ്യം നമുക്ക് അതിൻ്റെ ലാഡർ ഡയഗ്രാം വരക്കാം. ലാഡർ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ചിത്രം നോക്കുക. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി. അന്നേരം ഇത് രണ്ടും കറക്റ്റായി. പ്ലസ് സി അഥവാ ഇത് രണ്ടും കോമൺ ആയിട്ട് സി എന്ന് പറയുന്ന ഒരു ഓർ ഗേറ്റ് ഡോട്ട് ഡി എന്ന് പറയുമ്പം ഇൻവേഴ്സ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അഥവാ നോട്ട് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഡോട്ട് ഇ അന്നേരം അത് ഓപ്പൺ ആയിട്ടുള്ളതാണ്. പിന്നെ എഫ് ബാർ ഈക്വൽ ടു ക്യൂ. ഇതാണ് നമ്മളുടെ തന്നിരിക്കുന്നതിൻ്റെ ലാഡർ ഡയഗ്രാം. ഇനി ഇതിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാം നോക്കാം. ഫങ്ഷണൽ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എയും ബിയും കൂടി ഒരു ആൻഡ് ഗേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സിയു ആയിട്ടൊരു ഇതിൻ്റെ ഔട്ട്പുട്ടും സിയു ആയിട്ടൊരു ഓർ ഗേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് നേരെ വരുന്നത് ആൻഡ് ഗേറ്റിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഡി യു ആയിട്ടുള്ള ഡി ബാർ, ഇത് ഡി ബാർ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു നോൺ ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡി ബാർ ആയിട്ടുള്ളതും ഇ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഗേറ്റിലേക്ക് വരുന്നതാണ്. എഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ക്യൂ. ഇങ്ങനെയാണ് ഫങ്ഷണൽ ഡയഗ്രാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ശരിക്കും നോക്കുക, ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് ലാച്ചിങ്. ലാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് പോലെയുള്ള ഒരു സാധനമാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൻ്റെ അകത്ത് നിന്ന് ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കാം. കുറേ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ഇത് ലാച്ച് സർക്യൂട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നവരെ. അങ്ങനെയുള്ള സർക്യൂട്ടിനാണ് ലാച്ചിങ് സർക്യൂട്ട് എന്ന് പറയുക. നമുക്കിപ്പോൾ താഴെ ഒരു ചിത്രം കാണും. ആ ചിത്രത്തിൽ ഇൻപുട്ട് എയും ഉണ്ട്, ഇൻപുട്ട് ബിയും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. താഴെ ഒരു ഔട്ട്പുട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി താഴെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്കിൽ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് സ്വിച്ചാണ്. ആ സ്വിച്ച് എപ്പോഴാണോ മുകളിൽ ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നത് അന്നേരമാണ് താഴത്തെ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആവുക. അതായത് നമ്മളിപ്പോൾ ഈ ചിത്രം നോക്കാം. ആദ്യം നമ്മൾ ഈ റെങ്ങിൽ ഇൻപുട്ട് എ ക്ലോസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പവർ ഇതിലേക്ക് പോയി ബി ക്ലോസ്ഡ് ആയതുകൊണ്ട് നേരെ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് താഴെയുള്ള ഔട്ട്പുട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആവും. ആ ഔട്ട്പുട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇൻപുട്ട് എ ഒഴിവാക്കി കഴിഞ്ഞാലും കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് സ്വിച്ചിലേക്ക് കൂടി തിരിച്ച് ഔട്ട്പുട്ടിലേക്ക് സിഗ്നൽ വന്നുകൊണ്ടേയിരിക്കും. അഥവാ ആ ഡാറ്റ എപ്പോഴും ഓണായിട്ട് തന്നെ ഉണ്ടാവും, ഒരിക്കലും കട്ടാവില്ല. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ബി നമുക്ക് ഓഫ് ചെയ്യാം, ഇൻപുട്ട് ബി ആക്ടിവേറ്റ് ചെയ്യാം. കാരണം അത് ഓഫ് സ്റ്റേജിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, ഓൺ സ്റ്റേജിൽ കറണ്ട് പാസ് ചെയ്യില്ല. അന്നേരം ഇൻപുട്ട് ബി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കണക്ഷൻ കട്ട് ആവും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഓഫ് ആവും, കറസ്പോണ്ടിങ്ലി നമ്മുടെ ഔട്ട്പുട്ട് സ്വിച്ച് ഓഫ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ലാച്ചിങ് സർക്യൂട്ട്. കുറേ സമയത്തേക്ക് പവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാർജ് അല്ലെങ്കിൽ വർക്കിംഗ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ലാച്ചിങ് സർക്യൂട്ട്. ഇതതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറയാം, ഇതിൻ്റെ അത് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സ്വിച്ചാണ് X400 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എപ്പോഴും ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രോഗ്രാംഡ് സ്വിച്ചാണ്. സ്റ്റാർട്ടിങ് സ്വിച്ച് ആക്ടിവേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള സ്വിച്ച് എനർജൈസ് ആവും. അങ്ങനെ എനർജൈസ് ആകുമ്പോൾ ഇത് ക്ലോസ് ആവും. അന്നേരം പവർ നേരെ ഔട്ട്പുട്ടിലേക്ക് വരും, മോട്ടർ ഔട്ട്പുട്ടിലേക്ക് വരും. മോട്ടർ ഔട്ട്പുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഔട്ട്പുട്ട് സ്വിച്ചാണ്. ആ ഔട്ട്പുട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആയിട്ട് പിന്നെ പവർ സപ്ലൈ ഇതിലേക്ക് കൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇൻപുട്ട് കട്ട് ചെയ്താലും ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഡാറ്റ ഓഫ് ആവില്ല. കാരണം ഇതിലൂടെ ഡയറക്റ്റ് കണക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് കേസാണ് ഉള്ളത്. ഇവിടെ ലാമ്പ് കത്തിക്കാനും ഓഫാക്കാനും ഉള്ളതാണ്. ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ആവും, കറസ്പോണ്ടിങ്ങിലി ഇവിടെ ലാമ്പ് ഓൺ ആവും. അതേസമയം എപ്പോഴാണോ ഇത് ഓഫ് കണ്ടീഷനിലെത്തുക, അഥവാ ഇത് ആദ്യത്തെ കേസിൽ
ഇത് രണ്ടും ക്ലോസ് ആയിരുന്നില്ല. ക്ലോസ് അല്ലാത്ത സമയത്ത് നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അകത്ത് ഈ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ മോട്ടർ ഓഫ് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാം. ഈ മോട്ടർ ഓഫാണോ ഓണാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണിത്. ഇപ്പം ആദ്യത്തെ കേസിൽ ഈ ലൈറ്റ് കത്തിക്കൊണ്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് കോണ്ടാക്ട് ഇവിടെ ഔട്ട്പുട്ട് വന്നാൽ ഔട്ട്പുട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആവും. ഔട്ട്പുട്ട് സ്വിച്ചിൻ്റെ ഇത് രണ്ടും സെയിം സ്വിച്ചാണ്. ആ സെയിം സ്വിച്ചിൽ നിന്ന് എടുത്ത കണക്ഷൻസാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ടിവേറ്റ് ആകുമ്പോൾ ഇതും ആക്ടിവേറ്റ് ആകും. നിങ്ങൾക്ക് നമ്പർ നോക്കാം. Y430 ആണ് എല്ലാ സ്വിച്ചും. ആ എല്ലാ സ്വിച്ചും ഒരുപോലെയാണ് ഫങ്ഷൻ ചെയ്യുക. ഓക്കെ, അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അതേസമയം നമുക്ക് എപ്പോഴെങ്കിലും ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോപ്പ് ബട്ടൺ ഓൺ ചെയ്യണം, അഥവാ കട്ട് ചെയ്യണം. സ്റ്റോപ്പ് ബട്ടൺ കട്ട് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ കട്ടാവും. ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് കണ്ടീഷനിൽ പോവും. ഈ ലൈറ്റ് കത്തും, ഈ ലൈറ്റ് ഓഫ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഒന്നും കൂടി പറയാം. സ്റ്റാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിലി ഇത് പ്രോഗ്രാംഡ് സ്വിച്ചാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിന് ഡാറ്റ കിട്ടുക. പ്രോഗ്രാം സ്വിച്ച് ആക്ടിവേറ്റ് ആകും. ആ ആക്ടിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും, മോട്ടർ ഔട്ട്പുട്ട് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ച് ഓൺ ആവും. ഓൺ ആകുമ്പോൾ ഇതിലേക്ക് കൂടി പവർ സപ്ലൈ കടന്നു പോകും. ഇതിൻ്റെ അത് പവർ കട്ട് ചെയ്താലും ഈ നേരത്തെ പറഞ്ഞ ലൈനിലേക്ക് കൂടി ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഔട്ട്പുട്ട് കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. സെയിം ഔട്ട്പുട്ട് സ്വിച്ച് തന്നെയാണ്. ആ സെയിം ഔട്ട്പുട്ട് സ്വിച്ചിൽ ഇത് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ, പവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആവും, അന്നേരം ഈ ലൈറ്റ് കത്തും. പവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആവും, അന്നേരം ഈ ലൈറ്റ് ഓഫ് ആവും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ലാച്ചിങ് സർക്യൂട്ട്. ഈ മുകളിൽ കാണുന്ന ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലാച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് ന്യൂമോട്ടിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പല വിധത്തിലെ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് IEC 1131-3 ഓപ്പറേറ്റർ, മിത്സുബിഷി, ഒംറോൺ, സീമെൻസ് എക്സെട്ര. അന്നേരം അതിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് പറയുന്ന പേരാണ് ന്യൂമോണിക്സ്. അതിനകത്ത് ഇപ്പോൾ നോർമലി പല ഇതിനും സെയിം നൊട്ടേഷൻസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് മിത്സുബിഷി, അതുപോലെ തന്നെ സീമെൻസ്. നിങ്ങൾ നോക്കുക, ഒരു ഡാറ്റ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ മിത്സുബിഷിയിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, അഥവാ ഇൻപുട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് LD. ലോഡ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് LD. അതേസമയം അത് സീമെൻസിലാണെങ്കിൽ A എന്നെ റെപ്രസെൻ്റ് ചെയ്യലൂ. അതുപോലെ നമ്മളെ മിത്സുബിഷിയിൽ ഇൻവേഴ്സ് ഗേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഓൺ സ്വിച്ച് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേജിലെ കറണ്ട് കടത്തി വിടുന്ന ഓൺ സ്വിച്ച് യൂസ് ചെയ്യണമെങ്കിൽ LDI എന്നുള്ള കോഡാണ് ഉപയോഗിക്കുക. അത് സീമെൻസിലാണെങ്കിൽ AN ആണ് യൂസ് ചെയ്യുക. ബാക്കി രണ്ടിനും നിങ്ങൾ നോക്കുക. ആൻഡ് ഗേറ്റിന് ആൻഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സീമെൻസ് A എന്ന് മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യത്തേനും A ആണ്, മൂന്നാമത്തേനും A ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇൻവേഴ്സ് ആൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നാൻഡ് എന്ന് പറയും ആണെങ്കിൽ, അതിന് നമുക്ക് ANI അല്ലെങ്കിൽ AN എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓർ ഉണ്ട്, അതുപോലെ തന്നെ ORI ഉണ്ട്. ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന സിഗ്നലാണ് ഔട്ട് അല്ലെങ്കിൽ ഈക്വൽ ടു. ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുക. നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സാധാരണ നമ്മളെ AND ഗേറ്റ് ആണെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന AND ഗേറ്റ് ആണ്, അഥവാ ഇൻപുട്ട് Aയും ഇൻപുട്ട് Bയും സാറ്റിസ്ഫൈ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് Aൻ്റെ സ്വിച്ചിൻ്റെ പേരാണ് X400, ഇൻപുട്ട് B ആണ് X401, ഔട്ട്പുട്ട് പൊതുവെ Y എന്നാണ് നോട്ട് ചെയ്യുക, Y430 എന്നും കൊടുത്തു. അന്നേരം നമ്മൾ അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുകയാണെങ്കിൽ LD400 ആൻഡ് X401. നിങ്ങൾ നോക്കുക, ഇത് ഇൻപുട്ട് കൊടുത്തു, പ്ലസ് ഇതിൻ്റെ ആൻഡ് ഗേറ്റ് ആയിട്ട് ഇൻപുട്ട് B കൊടുക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടും ചെയ്താൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക Y430 എന്നാണ്. ഇതാണ് ഇതിൻ്റെ ലാഡർ പ്രോഗ്രാമിൻ്റെ ന്യൂമോണിക്സ്. അത് നമ്മൾ സീമെൻസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. I0.1, I0.2, Q20. ഇതാണ് നമ്മളുടെ സീമെൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇൻപുട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് I0.1 വരും, ആൻഡ് I0.2 വരും, ഈക്വൽ ടു Q2.0 വരും. ഇത് മിത്സുബിഷിയും സീമെൻസും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സിമിലർലി നമുക്ക് ഓർഗേറ്റ് ചെയ്യാം. ഓർഗേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം, ആദ്യം LD ഇത് വെച്ച് നമ്മൾ ഡയറക്റ്റ് പറയുന്നത് താഴെ നോക്കരുത്. LD400 ഓർ X401 ഔട്ട്
വൈ 430 അതായിരിക്കും അതിൻ്റെ സിഗ്നൽ. ഇവിടെയാണെങ്കിൽ എ ഐ 0.1 ഒ ഐ 0.2 ഈക്വൽ ടു ക്യൂ 2.0. ഇത്രയാണ് നമ്മളുടെ ന്യൂമാനിക്സിൻ്റെ എക്സാമ്പിൾ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നേരത്തെ ചെയ്ത ലാഡർ പ്രോഗ്രാംസും അതിൻ്റെ ന്യൂമോണിക്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്തതായിട്ട് വരുന്നതാണ് ടൈമേഴ്സ്. നേരത്തെ നമ്മൾ ലാച്ചിങ് സർക്യൂട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈമേഴ്സ്. നമ്മൾ ഈ ടൈമേഴ്സിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പല സർക്യൂട്ടിലും നമ്മൾ ടൈമിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതായത് ഇത്രയും ടൈം ഡിലേ വരണം, അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളത് ചെയ്യണം, ഇത്രയും ടൈം അത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം, ഇത്രയും കണ്ടീഷനിൽ ഓഫ് കണ്ടീഷനിലായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന ടൈമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സാണ് ടൈമേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മോട്ടർ ഓർ ലാമ്പ് മൈറ്റ് നീഡ് ടു ബി കൺട്രോൾഡ് ടു ഓപ്പറേറ്റ് ഫോർ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം, പെർഹാപ്സ് ബി സ്വിച്ച്ഡ് ഓൺ ആഫ്റ്റർ സം ടൈം ഇൻ്റർവൽ. നമ്മളതിൻ്റെ ഇൻപുട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ മോട്ടറോ പമ്പോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മാറിയിട്ടെല്ലാം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന സർക്യൂട്ടാണ് ടൈമിംഗ് സർക്യൂട്ട്. നിങ്ങളിപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് കോയിൽ അഥവാ ഇതാണ് ഇതിൻ്റെ ടൈം ഡിലേ കൊടുക്കുന്നത്. അതിനെ നമ്മൾ നേരെ ടൈമർ കോണ്ടാക്റ്റിലേക്ക് കൊടുക്കും. ഇങ്ങനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ കേസിൽ എന്ന് പറഞ്ഞാൽ 2 റങ്കിനെ ഒറ്റൊരു റങ്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത്. ആദ്യത്തെ കേസിൽ ഒരു ടൈമർ കോയിൽ ഉണ്ടാവും, ആ ടൈമർ കോണ്ടാക്ട്സ് എടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഈ കേസിലാണെങ്കിൽ ഇൻപുട്ട് ടൈമർ ഔട്ട്പുട്ട് ഡയറക്റ്റ് കിട്ടും. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മെയിൻലി ആദ്യത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈമേഴ്സാണ്. നമ്മളിപ്പോൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് ഇല്ല, കുറേ ഡിലേ കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഉണ്ടാവുന്നു, ഇൻപുട്ട് കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ടും കട്ടാവുന്നു. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിനാണ് ഓൺ ഡിലേ ടൈമർ എന്ന് പറയുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ടൈമർ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അതാണ് ഓൺ ഡിലേ ടൈമർ. അതേസമയം ഇവിടെ രണ്ടാമത്തെ കേസ് എടുക്കുക, ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ടില്ല, ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആ സമയത്ത് തന്നെ ഉണ്ടായി, ഇൻപുട്ട് കട്ട് ചെയ്തിട്ട് കുറേ സമയം കൂടി കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കട്ടാവുന്നുള്ളൂ. അഥവാ ഓഫ് ഡിലേ ടൈമറാണ് ഇത്. ഓണാക്കാൻ ഡിലേ വേണമെങ്കിൽ ഓൺ ഡിലേ ടൈമർ, ഓഫാക്കാൻ ഡിലേ വേണമെങ്കിൽ ഓഫ് ഡിലേ ടൈമർ. അതേസമയം ചില കേസിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടേണ്ടി വരും. അങ്ങനെയുള്ള കേസിലാണ് ഇൻപുട്ട് കൊടുക്കാണ്ടിരിക്കുന്നു, ഔട്ട്പുട്ടില്ല, ഇൻപുട്ട് കൊടുത്തപ്പോൾ തന്നെ ഔട്ട്പുട്ട് ഉണ്ടായി, പക്ഷേ ഇൻപുട്ട് ഉള്ള സമയത്തും ഔട്ട്പുട്ട് ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് പൾസ് ടൈമർ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈമേഴ്സിന് എടുക്കാം. ആദ്യത്തേതാണ് പ്രോഗ്രാമിംഗ് ടൈമേഴ്സ്. നേരത്തെ നമ്മൾ ന്യൂമോണിക്സ് ഒക്കെ പറഞ്ഞു. ആ ടൈമർ പ്രോഗ്രാമിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ് പ്രോഗ്രാമിംഗ് ടൈമർ. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ X400 എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, അതിനുവേണ്ടി കണക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് ടൈമറാണ്. അഥവാ ടൈമറിൻ്റെ നമ്പറാണ് T450. പിന്നെ K എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഡിലേ ടൈമാണ്. നോർമലി ഇതിപ്പോൾ 5 സെക്കൻഡ്സ് ഡിലേ ആണ് കൊടുത്തിരിക്കുന്നത്. 5 സെക്കൻഡ് ഡിലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈമർ സ്വിച്ച് ഇപ്പുറത്ത് ആക്ടിവേറ്റ് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അഥവാ ഇൻപുട്ട് കൊടുത്താൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യും, ടൈമർ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ ഔട്ട്പുട്ട് കിട്ടില്ല. ടൈമർ 1 2 3 4 5 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ സ്വിച്ച് ആക്ടിവേറ്റ് ആകും. അന്നേരം മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതിന് ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ലോഡ് അഥവാ ഇൻപുട്ട് X400 ആൻഡ് ഔട്ട്പുട്ട്, അതിൻ്റെ നേരെ ഔട്ട്പുട്ട് വരുന്നത് T450 ആണ്. അതിൻ്റെ ടൈമർ വാല്യൂ K എന്നുള്ള നൊട്ടേഷനിൽ കൊടുക്കാം, K5 കൊടുക്കാം. അന്നേരം നേരെ ഔട്ട്പുട്ട് കിട്ടുക T450 ആണ്, ഔട്ട്പുട്ട് കിട്ടുക Y430 ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റാങ്ക് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഒരു ലാഡർ പ്രോഗ്രാമിൻ്റെ ബേസിക് ഇൻസ്ട്രക്ഷൻ. ഇപ്പം പറഞ്ഞതാണ് പ്രോഗ്രാമിംഗ് ടൈമർ. പ്രോഗ്രാമിംഗ് ടൈമർ അല്ലാണ്ട് രണ്ടാമത് വരുന്നതാണ് ഓൺ ഓഫ് ടൈമർ. ഓൺ ഓഫ് ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ചിത്രം. നമ്മൾ ഇൻപുട്ട് 1 കൊടുത്തു, ഔട്ട്പുട്ട് എപ്പോഴും ക്ലോസ് ചെയ്ത് ഇവിടെ രണ്ടാമത്തെ സ്വിച്ച് എപ്പോഴും ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ടൈമർ K5 തന്നെ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇത് 5 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യും. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ടൈമർ 1 ആക്ടിവേറ്റ് ആവും. ഇവിടെ ഓണാവും, ഇവിടെ ഓണാവും. രണ്ടും ടൈമർ 1 ആയതുകൊണ്ട് ഇവിടെയും ഓണാവും. ആ ഓണായി കഴിഞ്ഞാൽ ആദ്യം താഴത്തെ പറയാം, 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാകുമ്പോൾ ടൈമർ 1 ഓണാവുന്നത്. ആ ഓണായാൽ ഔട്ട്പുട്ട് കിട്ടും.
ഔട്ട്പുട്ട് കിട്ടി. അതേസമയം തന്നെ ഇവിടെ K2 സ്റ്റാർട്ട് ആവുന്നുണ്ട്. ശ്രദ്ധിക്കുക, ടൈമർ T2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. T1 ആക്ടിവേറ്റ് ചെയ്ത് T2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ T2 ആക്ടിവേറ്റ് ആവും. ഓക്കെ, ആക്ടിവേറ്റ് ആയാൽ ഇത് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ ഇൻപുട്ട് T1ലേക്ക് പോകില്ല. അന്നേരം ഓട്ടോമാറ്റിക്കലി T1 ഔട്ട്പുട്ട് കട്ടാവും. T1 ഔട്ട്പുട്ട് കട്ട് ചെയ്താലും 5 സെക്കൻഡ് കഴിയുന്നവരെ സിഗ്നൽ ഇവിടെ രണ്ട് സ്ഥലത്തും കിട്ടില്ല. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതും ഓപ്പൺ ആവും, ഇവിടെയും ഓപ്പൺ ആവും. എന്നിട്ട് ഇത് ഓപ്പൺ ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടില്ല. ടൈമർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. 5 സെക്കൻഡ് ആകുമ്പോൾ ഇത് ക്ലോസ് ആവും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു സർക്യൂട്ടാണ് ഓൺ ഓഫ് ടൈമർ. ഇപ്പോൾ ഇൻപുട്ടാണെങ്കിൽ ഈ സിഗ്നലിൽ കാണാൻ പറ്റും. ഇൻപുട്ടാണെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡിൽ T1ഉം T2ഉം ഔട്ട്പുട്ട് ഒന്നുമില്ല. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ T1 ആക്ടിവേറ്റ് ആയി, കറസ്പോണ്ടിങ്ങിലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അതേസമയം തന്നെ T2 സ്റ്റാർട്ട് ചെയ്തു. T2 അതിൻ്റെ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സെക്കൻഡ് T2 കഴിഞ്ഞപ്പോൾ T1. അങ്ങനെ മാറി മാറി വരുന്നൊരു സർക്യൂട്ടാണ്. ഇൻപുട്ടിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതേസമയം ഔട്ട്പുട്ട് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുന്ന സർക്യൂട്ടാണ് ഓൺ ഓഫ് സൈക്കിൾ ടൈമർ. അടുത്തതാണ് ഓഫ് ഡിലേ ടൈമർ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻപുട്ട് കൊടുത്തു, കറസ്പോണ്ടിങ് ഇപ്പോൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നതാണ് IN1. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൈമർ വെച്ചിട്ടുണ്ട്, ഔട്ട്പുട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ടൈമർ വെച്ചിട്ടുണ്ട്. ഈ ടൈമറിന് ഈ ഔട്ട്പുട്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇതും ലാച്ചും കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇതിപ്പോൾ LN1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് 2ന് കറസ്പോണ്ടിങ് ആയി ഇവിടെ ഔട്ട്പുട്ട് 1 റൺ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ടൈമർ കട്ടാവും. ആ ഡിലേ ആണ് ഈ സർക്യൂട്ടിനെ ഓഫ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ആദ്യം കുറച്ച് സമയം കൊടുക്കുന്നുള്ളൂ. അതേസമയം ഔട്ട്പുട്ട് നമുക്ക് കുറച്ച് സമയം കൂടി കിട്ടുന്നുണ്ട്, കാരണം ഡ്യൂ ടു ടൈമർ റണ്ണിങ്. ഇവിടെ ഈ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ടൈമർ വരും. ഈ കാണിച്ചിരിക്കുന്ന ചെറിയ എററുണ്ട്, ഓഫ് ഡിലേ ടൈമർ. അടുത്തത് വരുന്നതാണ് കാസ്കേഡ് ടൈമർ. ഈ ടൈമറിനുള്ളൊരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. ഇത്രയും സെക്കൻഡ് വരെ നമുക്ക് മാക്സിമം ഇതിനെ ഡിലേ ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിധത്തിൽ എല്ലാ ടൈമറിനും ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. അതിൽ കൂടുതൽ ഡിലേ വരേണ്ട സമയത്താണ് നമ്മൾ കാസ്കേഡ് ടൈമർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ ചിത്രത്തിൽ നോക്കുക, ഇതാണ് IN1 എന്ന് പറയുന്ന ഇൻപുട്ട്. ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ 1 സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമറിൻ്റെ പ്രീസെറ്റ് വാല്യൂ 999 ആണ്. അഥവാ 999 സെക്കൻഡ്സ് വരെ അതിന് ഡാറ്റ ഹോൾഡ് ഡിലേ ചെയ്യാൻ പറ്റും. ആ 999 കൂടുതൽ ടൈം വേണമെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ടൈമറിൻ്റെ 2ൽ കൊടുക്കുക. എന്നാൽ ടൈമർ 2 ഒരു 100 കൂടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ ടൈം ഡിലേ 1099 വരിക. അതിന് രണ്ടൊരു ക്യുമുലേറ്റീവായിട്ട് ഡിലേ വന്നു കഴിഞ്ഞിട്ടാൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അഥവാ ഒരു ടൈമർ വേറൊരു ടൈമറിലേക്ക് കണക്ട് ചെയ്യുക, ആ ടൈമർ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അഥവാ ഡിലേ ടൈം കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് കാസ്കേഡ് ടൈമർ സർക്യൂട്ട്. അത് നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം. അതിൻ്റെ പ്രോഗ്രാമും റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി വരുന്നതാണ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പല എക്യുപ്മെൻറ്റ്സ്, ഒരു പ്ലാന്റിലാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് കൺവെയർ ബെൽറ്റിലൊക്കെ പ്രൊഡക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൗണ്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എത്ര പ്രൊഡക്ഷൻ ഉണ്ടായി എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കൗണ്ടറിന് ഒരു പ്രീസെറ്റ് ലിമിറ്റ് ഉണ്ടാവും. ഒരു കൗണ്ടറിന് മാക്സിമം ഇത്രയും കൗണ്ട് വരെ കൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കൗണ്ടർ വർക്ക് ചെയ്യില്ല. അതേപോലെ ഇതിനെ ഏത് സമയത്ത് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ടും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 വിധത്തിലുള്ള കൗണ്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അപ്പ് കൗണ്ടറും മറ്റൊരു ഡൗൺ കൗണ്ടറും. ഒരു പ്രീസെറ്റ് വാല്യൂ, ഇപ്പോൾ ഒരു 1000 എന്നുള്ള 999 എന്നുള്ളൊരു പ്രീസെറ്റ് വാല്യൂ ആണെങ്കിൽ ആ കൗണ്ടർ ഒരു തവണ റൺ ചെയ്യുമ്പോൾ 998 എന്ന് വരും. ഒന്നും കൂടി റൺ ചെയ്താൽ 997 എന്ന് വരും. അങ്ങനെ 0 വരെ വരുന്ന ഒരു കൗണ്ടിങ് മെത്തേഡ് ആണെങ്കിൽ അതിന് ഡൗൺ കൗണ്ടിങ് എന്നാണ് പറയുക. അതേസമയം 0ൽ തുടങ്ങി മാക്സിമം വാല്യൂവിലേക്ക് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അപ്പ് കൗണ്ടേഴ്സ്. ഇത് ഏത് സമയത്ത് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് RST എന്ന് പറയുന്ന ഒരു റീസെറ്റർ ഉണ്ട്. നിങ്ങൾ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ കൗണ്ടേഴ്സിന് 2 കമ്പോണൻ്റ് ഉണ്ടാവും. ഒരു കൗണ്ടിങ് കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു റീസെറ്റ് കമ്പോണൻ്റ് ഉണ്ടാവും. കൗണ്ടിങ് കമ്പോണൻ്റ് CTDO അല്ലെങ്കിൽ CTUO ആയിരിക്കും. CTD എന്ന് പറഞ്ഞാൽ ഡൗൺ, CTU എന്ന് പറഞ്ഞാൽ അപ്പ്. അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം വരുന്നത്. ഇതിപ്പോൾ ഒരു കൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് 1
റീസെറ്റ് ബട്ടണിലേക്കും ഇൻപുട്ട് ടു കൗണ്ടറിലേക്കും കൊടുത്തിട്ടുണ്ട്. അതേസമയം കൗണ്ടറിൻ്റെ രണ്ടിനും കൂടി ഔട്ട്പുട്ടാണ് കൗണ്ടർ എന്ന് പറയുന്നത്. കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടാണ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു സിഗ്നൽ LN1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കൗണ്ടിങ് വാല്യൂസും 0ലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് 1 കണ്ടിന്യൂസ് കൊടുക്കരുത്, കാരണം നമുക്ക് കൗണ്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മെയിൻ ഇൻപുട്ട് 2 ആയിരിക്കും. ഇൻപുട്ട് 2 കൊടുക്കുന്ന സമയത്ത് കൗണ്ടിങ് വരും. നമുക്കിപ്പോൾ നോക്കാം. ഇൻപുട്ട് 2 കൊടുത്തു. ആ 2 കൊടുത്ത് കുറേ ടൈം ഇൻ്റർവെൽ 10 പൾസ് ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് മാത്രമേ കൗണ്ടർ ഒന്ന് കൗണ്ട് ചെയ്യുന്നുള്ളൂ. ആ വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 10 അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ കൗണ്ടിങ് സെറ്റ് ചെയ്യാം. ഒന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന വിധത്തിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 10 ഔട്ട്പുട്ട് കിട്ടിയാൽ ഇവിടെ ഔട്ട്പുട്ട് 1 നൊട്ടേഷൻ ചെയ്യും. പിന്നെ വീണ്ടും 10 ഇൻപുട്ട് 2 കിട്ടിയാൽ ഇത് 2 ആവും. അങ്ങനെ കൂടി വരുന്നതിനാണ് കൗണ്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് 1 കൊടുത്താൽ ഇത് റീസെറ്റ് ടു 0 ആവും. പിന്നെയും സ്റ്റാർട്ട് ചെയ്യും 0 മുതൽ മുകളിലോട്ടേക്ക്. അതാണ് ഇതിൻ്റെ സർക്യൂട്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് എവിടെയാണ് കൊടുക്കേണ്ടത്, റീസെറ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. CU എന്ന് പറയുന്നത് അപ്പറാണ്. CU എന്ന് പറഞ്ഞാൽ U ആണ്. അതുകൊണ്ട് തന്നെ അപ്പറിലേക്ക് പോകുന്നതാണ്. R എന്ന് പറയുന്നത് റീസെറ്റാണ്. അതിൻ്റെ Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നതാണ്. 3 പോർട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് കൗണ്ടർ സർക്യൂട്ട്. ഇനി വേറൊരു സർക്യൂട്ടാണ് അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും സെയിം ടൈമിൽ ചെയ്യുന്നത്. ഇപ്പം ഒരു സർക്യൂട്ടിൽ 2 വിധത്തിലുള്ള സാധനങ്ങൾ വന്നു. അതിൻ്റെ കൗണ്ടിങ് വരുന്നത് ഒന്ന് അപ്പ് കൗണ്ടിങ്ങും മറ്റു ഡൗൺ കൗണ്ടിങ്ങും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് 1, ഇൻപുട്ട് 2, ഇൻപുട്ട് 3 ആൻഡ് കൗണ്ടർ വന്നിട്ടുണ്ട്. ഇൻപുട്ട് 3 എന്ന് പറയുന്നത് റീസെറ്റ് കൗണ്ടറാണ്. അധികം ശ്രദ്ധിക്കരുത്, കാരണം ഇൻപുട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൗണ്ടർ എവിടെയാണെങ്കിലും 0ലേക്ക് റീസെറ്റ് ആവും. ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ വാല്യൂ 1 കൂടും. ഇൻപുട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ ആ കൗണ്ട് ചെയ്ത് ഇപ്പം 10 ഉള്ളെങ്കിൽ 11 അതിനെ കുറച്ച് 10ലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് ഡൗൺ കൗണ്ടർ. അങ്ങനെ ഇപ്പോൾ 3 അപ്പ് കൗണ്ടിങ് വന്നാൽ 10, 11, 12, 13 വരെ പോകും. ഡൗൺ കൗണ്ടിങ് ഒന്ന് വന്നാൽ 12 ആവും. പിന്നെ അപ്പ് കൗണ്ടിങ് ആണെങ്കിൽ മുകളിലോട്ട് പോകും. അഥവാ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൗണ്ടിങ്ങിൽ വേരിയേഷൻ വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്കിവിടെ കാണിച്ചു തരും. അതാണ് അപ്പ് കൗണ്ടിങ് പ്ലസ് ഡൗൺ കൗണ്ടിങ് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുന്ന, ടുഗദർ ആയിട്ട് ചെയ്യുന്ന ചിത്രം. ഇത് പല പ്ലാന്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ ആദ്യം കൊടുത്തിരിക്കുന്ന അതിൻ്റെ ലാഡർ ഡയഗ്രാം, രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അലൻ ബാഡ്ലി പ്രോഗ്രാമാണ്. അലൻ ബാഡ്ലി പ്രോഗ്രാംസ് പല കൗണ്ടിങ് പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രീസിൽ. സെയിം സാധനമാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് വരുന്നതാണ് ഇൻറ്റേർണൽ റിലേ സർക്യൂട്ട്സ്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഒരു സേഫ്റ്റി സർക്യൂട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് പവർ ലോസോ അല്ലെങ്കിൽ പവർ ഫെയിലിയറോ ഒക്കെ വരുന്ന സമയത്തിൽ അതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻസിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഇൻറ്റേർണൽ റിലേ സർക്യൂട്ട്. അപ്പോൾ ഇൻ എ PLC there are elements that are used to hold data bits and behave like relay. ഇതായത് നമ്മൾ PLCയിൽ 1000 അല്ലെങ്കിൽ 500,000 ഇൻറ്റേർണൽ റിലേസ് ഉണ്ടാവും. നമ്മളിപ്പോൾ പവർ ഫെയിലിയർ വരുമ്പം ഇതിൻ്റെ ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അന്നേരം കുറച്ച് സ്പാൻ ഓഫ് ടൈമിൽ നമ്മളിതിനെ ഹോൾഡ് ചെയ്യേണ്ടി വരും. ആ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റും കൂടിയാണ് ഇൻറ്റേർണൽ റിലേ. ഇൻറ്റേർണൽ റിലേ എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ റിലേൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റേർണൽ റിലേൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺടാക്റ്റ് വരും. ഇത് ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിം ആയിട്ടാണ് സിമ്പിൾസ് വരിക. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഇതൊരു സേഫ്റ്റി ബാരിയർ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇൻപുട്ടാണ്. ഇപ്പോൾ ഒരു ഡോറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ കടന്നു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഇത്. ഇതിൻ്റെ അകത്ത് ആദ്യം പറയുകയാണെങ്കിൽ ഡോറിൻ്റെ 2 സൈഡിലാണ് ഇൻപുട്ട് 1ഉം 3ഉം കൊടുക്കുന്നത് വിചാരിക്കുക. ഇൻപുട്ട് 1 എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി സിഗ്നൽ ഇങ്ങോട്ടേക്ക് പോകും. ഇതൊരു പ്രോഗ്രാംഡ് സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് 1 ആക്ടിവേറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് 2 ആക്ടിവേറ്റ് ആവും, എനർജൈസ് ആവും. അങ്ങനെ ഇൻറ്റേർണൽ റിലേ സ്റ്റാർട്ട് ചെയ്യും. ഇൻറ്റേർണൽ റിലേ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ആയിട്ട് ഇൻപുട്ട് 4 ആക്ടിവേറ്റ് ആവും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ തിരിച്ചിട്ടാണെങ്കിൽ ഓക്കെയാണ്. ഇൻപുട്ട് 3 ആക്ടിവേറ്റ് ആയാലും ഇൻപുട്ട് 2 ആക്ടിവേറ്റ് ആവും. അത് ഇങ്ങനെ വന്നിട്ട് മുകളിലോട്ടേക്ക് പോയി ഇൻറ്റേർണൽ റിലേ റൺ ചെയ്ത് റിലേ ഇൻപുട്ട് വഴി നേരെ ഔട്ട്പുട്ട് കിട്ടും. ഈ 2 വിധത്തിൽ ഔട്ട്പുട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അഥവാ ഒരു ഡോറിൻ്റെ ബാരിയർ എല്ലാം ഉള്ള സ്ഥലത്തെ എക്സാമ്പിളാണിത്. ഓട്ടോമാറ്റിക് ഡോർ ബാരിയേഴ്സ് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ മെട്രോ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പോകുന്ന സമയത്ത്
നമ്മൾ അവിടെ പോയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം ഈ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. ഇതോടുകൂടി നമ്മളുടെ 4th മൊഡ്യൂൾ കഴിയുകയാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.